ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ എല്ലാം തകർത്ത് തരിപ്പണമാക്കും. അവരെല്ലാവരും അവിടെയുണ്ട്. ഒരൊറ്റ ഷോട്ട് മതി നമുക്ക് അവരെ എല്ലാവരെയും ഒന്നിച്ചില്ലാതാക്കാൻ കഴിയും. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന വേദിയിൽ വീണ്ടും വിവാദ പ്രസ്താവനയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരികയാണ്. പ്രമുഖ അമേരിക്കൻ മാധ്യമമായ അക്സിയോസിന് നൽകിയ ഒരു ടെലിഫോൺ അഭിമുഖത്തിലാകട്ടെ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്: അവരെല്ലാവരും അവിടെയുണ്ട്. ഒരൊറ്റ ഷോട്ട് മതി നമുക്ക് അവരെ എല്ലാവരെയും ഒരുമിച്ച് ഇല്ലാതാക്കാൻ കഴിയും. ഈ വാക്കുകൾ പുറത്തു വന്നതോടുകൂടി തന്നെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര നയതന്ത്ര വൃത്തങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഉടൻ തന്നെ തന്റെ പരാമർശത്തിന്റെ വിശദീകരണവും ട്രംപ് നൽകിയിട്ടുണ്ട്. അമേരിക്ക അത്തരം ഒരു നടപടി സ്വീകരിക്കില്ല എന്നും അങ്ങനെ ചെയ്താൽ പിന്നീട് ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താൻ ഇറാനിൽ ആരും അവശേഷിക്കില്ല എന്നതാണ് പറയുന്നത്. മാത്രമല്ല, നയതന്ത്രപരമായ ആവശ്യകതകളാണ് അമേരിക്കയെ അവിടെ നിയന്ത്രിക്കുന്നതെന്നും ട്രംപ് സൂചിപ്പിക്കുന്നു. ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിൽ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ വികാരാധീതരായി തന്നെ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് താൻ അത്ഭുതപ്പെട്ടുപോയി എന്നും ട്രംപ് പറയുന്നുണ്ട്. അതേസമയം ഇറാൻ ഇപ്പോൾ അമേരിക്കയുമായി ഒരു പുതിയ ആണവ കരാറിലെത്താൻ ആഗ്രഹിക്കുന്നുവെന്ന അവകാശവാദവും ട്രംപ് ഈ അഭിമുഖത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. ഖൊമേനിയുടെ നിര്യാണത്തെ തുടർന്നുകൊണ്ട് നടക്കുന്ന ഔദ്യോഗിക ദുഃഖാചരണത്തിന്റെ ഭാഗമായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാൽ ട്രംപ് ആകട്ടെ എന്തിന് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും കള്ളങ്ങൾ പറയുന്നു എന്നതാണ് ഇവിടെ ചോദ്യം ഉയരുന്നത്. ഈ കാലയളവിൽ പരസ്പര ആക്രമണങ്ങൾ ഒഴിവാക്കണമെന്ന ധാരണ ഇരു വിഭാഗങ്ങളും അവിടെ പാലിച്ചിരിക്കുന്നതായി തന്നെയാണ് ഇവിടെ വിവരങ്ങൾ ലഭ്യമാകുന്നത്. ട്രംപിന്റെ ഈ പരാമർശം ഔദ്യോഗിക നിയമപ്രകാരമല്ല, ഒരു മാധ്യമ അഭിമുഖത്തിലെ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനമാണ്. എന്നിരുന്നാൽ പോലും അമേരിക്ക ഇറാൻ ബന്ധം വീണ്ടും സംഘർഷഭരിതമായ ചർച്ചകളിലേക്ക് നീങ്ങുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ട്രംപിന്റെ വാക്കുകൾക്ക് ഇറാന്റെ ഭാഗത്തു നിന്ന് എന്ത് പ്രതികരണം ഉണ്ടാകുമെന്നും ലോകം ഇവിടെ നിരീക്ഷിക്കുകയാണ്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ചും ട്രംപ് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ചും അവിടെ ഇറാന്റെ ആണവ ചർച്ചകളെക്കുറിച്ചും വെളിപ്പെടുത്തലുകളുമായി തന്നെയാണ് ഈ ഒരു രീതിയിൽ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. നെതന്യാഹുവുമായി താൻ വളരെ നല്ല സൗഹൃദത്തിലാണ് ഉള്ളതെന്നും എന്നാൽ തങ്ങൾക്കിടയിൽ ആരാണ് ബോസ് എന്ന് നെതന്യാഹുവിന് കൃത്യമായി അറിയില്ല എന്നതാണ് ട്രംപ് പറയുന്നത്. വൈറ്റ് ഹൌസിൽ ഒരു കൂടിക്കാഴ്ചയ്ക്കായി തന്നെ നെതന്യാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട്. അതേസമയം ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസ് സിറ്റുവേഷൻ റൂമിൽ വെച്ചുകൊണ്ട് ട്രംപും നെതന്യാഹുവും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും തമ്മിൽ നേരിട്ട് നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയായി ഇനി മാറാനിരിക്കുകയാണ് ഇനി വരുന്ന കൂടിക്കാഴ്ച. ഇനി ഇറാൻ ലെബനൻ വിഷയങ്ങളിൽ ഇരു രാജ്യവും അല്ലെങ്കിൽ ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾക്കിടയിൽ പുതിയ കൂടിക്കാഴ്ച വളരെയധികം നിർണായകമായിരിക്കും. നാറ്റോ ഉച്ചകോടിക്ക് ശേഷം അടുത്ത ആഴ്ച വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തന്നെ ഇരു രാജ്യങ്ങളിലെയും ഈ തലവന്മാർ തമ്മിൽ കൂടിക്കാഴ്ചകൾ നടക്കുമെന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.